ജൂലൈ 17 ഇമോജി ഡേ. ഇൻസ്റ്റയിലും വാട്സപ്പിലും അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ മെസ്സഞ്ചറുകളിലും സന്ദേശം അയക്കുമ്പോൾ അതിൽ ഇമോജികൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. ടൈപ്പിംഗ് അനുഭവത്തിലൂടെ ലഭ്യമല്ലാത്ത നിരവധി വൈകാരികവും ആവിഷ്കൃതവുമായ സൂചനകൾ ഇമോജിയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നുമുണ്ട്. വർഷങ്ങളായി ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന നിരവധി ഇമോജികൾ യൂണിക്കോഡ് സ്റ്റാൻഡേർഡ് ചേർത്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അയക്കുന്ന പല ഇമോജികളുടെയും അർത്ഥം നമുക്ക് പോലും അറിയില്ല. അർത്ഥം കണ്ടുപിടിക്കാനൊന്നും നമ്മൾ മെനക്കെടാരുമില്ല. ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചമ്മിയിട്ടുണ്ടോ എന്ന് നോക്കാം. സ്മൈലി ഇമോജിയിൽ നിന്ന് തന്നെ തുടങ്ങാം. സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിക്കുന്ന മുഖവുമായി ആരെയെങ്കിലും നിങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഇമോജി അയച്ചു കൊടുക്കാം. അത് വളരെ രസകരമോ സന്തോഷകരമോ ആണെന്നാണ് അർത്ഥം. ഒരു സ്റ്റാർ ട്രാക്ക് ഇമോജി ആകർഷണം, വിസ്മയം, ആവേശം എന്നിവയെല്ലാം ഈ ഇമോജി സൂചിപ്പിക്കുന്നു. നക്ഷത്ര കണ്ണുകളുള്ള ചിരിക്കുന്ന മുഖമെന്നും ഇമോജിയെ വിളിക്കുന്നുണ്ട്. പുരികങ്ങൾ ഉയർത്തിയ ഇമോജികളുള്ള ഒരു ചിന്താമുഖം ഒരു വ്യക്തി ആഴത്തിലുള്ള ചിന്തയിലാണെന്ന് സൂചിപ്പിക്കുന്നു. ഒരാളുടെ സംശയത്തിന്റെ പേരിലും കളിയാക്കാനും ഇത് ഉപയോഗിക്കാം. ഒരു തമാശ, മറഞ്ഞിരിക്കുന്ന അർത്ഥം അല്ലെങ്കിൽ ഫ്ലർട്ടേഷൻ എന്നിവ സൂചിപ്പിക്കാൻ കണ്ണിറുക്കുന്ന മുഖം ഉപയോഗിക്കുന്നു. സ്നേഹത്തിന്റെയോ ആരാധനയുടെയോ അനുരാഗത്തിന്റെയോ വികാരത്തിന്റെയോ ചിഹ്നമാണ് ഈ ഒരു ഇമോജി. പുഞ്ചിരിക്കുന്ന മുഖം യഥാർത്ഥ സന്തോഷവും പോസിറ്റീവ് വികാരങ്ങളും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇമോജിയാണ് ഇത്. അനുഗ്രഹങ്ങളോ പ്രാർത്ഥനയോ പ്രകടിപ്പിക്കാൻ ഹലോ ഓവർഹെഡ് ഇമോജിയുടെ പുഞ്ചിരിക്കുന്ന മുഖം ഉപയോഗിക്കുന്നു. പ്രണയത്തെയും വിട പറയുന്ന ചുംബനത്തെയുമാണ് ഈ ഇമോജി കാണിച്ചു തരുന്നത്. ഒരാൾ സ്പർശിക്കുന്നതോ ആശ്വാസം നൽകുന്നതോ നന്ദിയുള്ളതോ ആയ ഭാവങ്ങളെയാണ് ഈ ഒരു ഇമോജി സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഇമോജി പലരും പുച്ഛമാണെന്ന് കരുതി പലർക്കും അയക്കാറുണ്ട്. പക്ഷേ ഇതൊരു ചിരിയുടെ മുഖം മാത്രമാണ്. നാവ് പുറത്തേക്ക് വിടുന്ന ഇമോജിയുടെ മുഖം തമാശ, മണ്ടത്തരം, ഭംഗി, ആവേശം എന്നിവയെല്ലാം ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. തുറന്ന കൈകളാൽ പുഞ്ചിരിക്കുന്ന മുഖം ഒരു ആലിംഗനം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഇത് കൈവീശുന്ന ഇമോജി മാത്രമല്ല, പലപ്പോഴും ഒരു സൗഹൃദ ആശയമായി ഉപയോഗിക്കുന്നുണ്ട്. അംഗീകാരം അല്ലെങ്കിൽ ഉടമ്പടി സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഇമോജിയാണ് ഇത്. ഏതെങ്കിലും ചെറുതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇമോജിയാണ്. പക്ഷെ ഇതും പലപ്പോഴും തെറ്റിദ്ധരിച്ച് പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. സമാധാന ചിഹ്നം അല്ലെങ്കിൽ സമാധാനത്തിനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് ഇത്. ഭാഗ്യം അല്ലെങ്കിൽ ഒരു നല്ല ഫലം പ്രതീക്ഷിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇമോജിയാണ് ഇത്. ഇതും പലപ്പോഴും തെറ്റിദ്ധരിച്ച് പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. പൂന്തോട്ട പരിപാലനത്തിൻ്റെയോ പ്രകൃതിയുടെയോ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ചെടി കയ്യിൽ പിടിക്കുന്ന ചിഹ്നം മാത്രമാണ് ഇത്. ഇതും ലവ് ചിഹ്നമായിട്ട് ഉപയോഗിക്കാറുണ്ട്, പലപ്പോഴും തെറ്റിദ്ധരിച്ച്. പക്ഷേ യഥാർത്ഥത്തിൽ ലവ് യു എന്ന ചിഹ്നം ഇതാണ്. റെഡ് ലവ് ആണ് നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അതിനെ ലവ് യു എന്ന് പറയാം. ഇനി ഓറഞ്ച് ലവ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും. ഇനി യെല്ലോ കളറിലെ ലവ് ചിഹ്നമാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അത് ബെസ്റ്റി. ഗ്രീൻ ആണെങ്കിൽ ജലസ്, ബ്ലൂ ആണെങ്കിൽ ഫ്രണ്ട് സോൺ. അങ്ങനെ ലവ് ചിഹ്നത്തിനും ഒരുപാട് വെറൈറ്റി അർത്ഥങ്ങളാണുള്ളതെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും.